ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഖില ജീന മൈ സ്റ്റൈൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫീലിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ, അപ്പം മഴ കാണാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴ ഉണ്ടല്ലോ, മഴ കാണുന്ന വലിയ അത്ഭുതമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്ക് പാലെടുക്കണം. നമ്മുടെ പാൽച്ചേട്ടൻ രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. സോ അടുക്കളയിൽ എണീറ്റപ്പോൾ ചായ ഇട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ മഴയായതുകൊണ്ട് അമ്മ പോയി പാലെടുത്തില്ല എന്ന് മനസ്സിലായി. സോ ഞാൻ എടുക്കാമെന്നും പറഞ്ഞിട്ട് പോയി എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പാലൊക്കെ കൊണ്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോനെ കണ്ടില്ലല്ലോ. കാരണം ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് നിർത്തിയ ശേഷം ആളിപ്പോൾ എന്നോടല്ല കിടന്നുറങ്ങുന്നത്, അപ്പുറത്തെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയും കൂടെ ആണ്. അവനിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവനെ ഞാൻ കണ്ടിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ അടുക്കളയിലോട്ടൊക്കെ പോകുന്നത്. ക്യാമറ കൊണ്ടുവന്നപ്പോൾ ആളങ്ങ് ചിരിക്കുകയാണ്. ഒരു ഉറങ്ങുവാണോ അതോ എന്നെ പറ്റിക്കുകയാണോ? കാരണം അവനറിയാം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്നൊക്കെ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുമ്മാ കേട്ടോ. സോ കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയാണ്. ഒരുപാട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവൻ എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരു പണി അമ്മ എന്തായാലും ചെയ്തോളും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യുമ്പോഴല്ല ഒരിത് വരുന്നത്. നമ്മൾ പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വലുതായിട്ട് വരുന്നത്. സോ ഉറങ്ങുന്നതിൻ്റെ സമയത്ത് തന്നെ മാക്സിമം ചെയ്യണം എന്നത്. കാരണം ആ സമയത്ത് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉമ്മ കൊടുക്കുക അങ്ങനെയുള്ള സമ്പ്രദായമൊന്നും ഞാൻ ഒട്ടും പരീക്ഷിക്കത്ത പോലുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ഉച്ചക്കത്തെ കറിയും അങ്ങ് ആക്കും. അതിന് പ്രത്യേകം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇന്നത്തെ കറികളാണ് കേട്ടോ ആക്കി വയ്ക്കുന്നത്. അമ്മ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കരിയേപ്പില എന്തോ പറിക്കാനായിട്ട് പുറത്ത് പോയിരിക്കുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് തോട് കണ്ടൊക്കെയാണ് കേട്ടോ. നല്ല മഴയാകുമ്പം വെള്ളം വരും. അതായത് അതിൻ്റെ അപ്പുറം കല്ലറ ആടാൻ തോന്നുന്നു. കല്ലറ ആടും പിന്നെ കനാൽ എന്തൊക്കെയുണ്ട്. അവിടെ നിന്നൊക്കെ വെള്ളം തുറന്നു വിടുമ്പോഴാണ് ഇത്ര ഹെവി ആയിട്ട് വെള്ളം പോകുന്നത്. അങ്ങനെ ഉള്ളവർ എണീറ്റ് എൻ്റെ സിഗ്നലൊക്കെ തന്നിട്ട് അവനെ എടുത്തു കേട്ടോ. ഇനി അവന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ 6 months തൊട്ടേ രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഗ്ലാസ് വെള്ളമാണ് ഫസ്റ്റ് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. ആൾക്ക് ചായ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമല്ല. ഇന്ന് നമുക്ക് ഇഡലി കടലക്കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ പൊങ്ങി എന്നിട്ട് ഇഡലിയാണ്. നാട്ടിലെനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുടെ ഇഡലിയാണ് കേട്ടോ. ഉലുവനുള്ളത് എടുത്തിട്ട് പാല് കുടിക്കാനായിട്ടല്ല, മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ ആൾക്ക് കുറച്ച് പാടാണ്. സോ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു നുള്ള പഞ്ചസാര എന്തെങ്കിലും ഇട്ട് ചെയ്തിട്ടായിരിക്കും മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക. എന്തുവാ നമ്മളിന്ന് എന്തെടുക്കുന്നത്? ഡേ ഇൻ മൈ ലൈഫ്. എന്തുവാ? ഡേ ഇൻ മൈ ലൈഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മമ്മിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കണമെന്ന് മമ്മിക്ക് അറിയില്ലേ എന്നുള്ളവർ പറയുമായിരിക്കും കേട്ടോ. ചായ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ ഒലിവറിൻ്റെ ഡാഡി വിളിച്ചിരിക്കുവാണ്. അപ്പാണ്ടാ ഇനി ഒരു എടുത്തേ. ഇനി മമ്മീസ് ഓൺ ദ ബെസ്കോ. ഡാഡി എവിടെ? ഡാഡി എവിടെ? അയ്യോ ഇതാ ഡാഡാ. ഡാഡി
അങ്ങനെ വീഡിയോ കോൾ കഴിഞ്ഞ് ഒലിവറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാനായിട്ട് എടുത്തു. ഇപ്പം തന്നെ ടൈം 11 മണിയായി. ഇനി 11 മണിക്ക് പ്രത്യേകിച്ച് മീൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിൽ കുളിപ്പിക്കലാണ് അടുത്ത പരിപാടി. പക്ഷേ ഇപ്പം നല്ല മഴ കാരണം തണുപ്പ് കാരണം ഇപ്പം ഒന്നും ചെയ്യുന്നില്ല എന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. സോ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചെറിയ സാലൊക്കെ എല്ലാം വീണിട്ട് ഭയങ്കര മുഷിപ്പോൾ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ ചെയ്തത്? നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ മക്കൾ ആദ്യം വേണ്ടാത്തതാണ് ആദ്യം പഠിക്കുന്നത്. ആരും പറഞ്ഞു കൊടുക്കുന്ന പോലുമല്ല. എവിടുന്ന് പഠിക്കണം ദൈവത്തിന് മാത്രം അറിയാം. ഇത് കാണിച്ച ബേബിനെ കാണിച്ച ബേബിന്നൊക്കെ പറഞ്ഞാട്ടെ. ബേബിന്ന് പറ. ബേബിക്ക് ഡ്രസ് ഇടുവാണോ? അയ്യോ, ആരാ അവൾ പറയാത്? അതാരാ? അതാരാ? ബേബി. ആ, കുഞ്ഞു ബേബി. ബേബിയുടെ ഐസൊക്കെ എവിടെ? അയ്യോ ഐസ്. അയ്യോ ഐസ്. മമ്മീന്ന് വിളിച്ചാട്ടെ. മമ്മീന്ന് വിളി. വലിയ പണിയിലാണ്. ആ, ഓക്കെ. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ഞാൻ ഇന്നലെയാണ് കേട്ടോ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസത്തെ മോർണിംഗാണ് ഞാൻ ഡെൻമലഫായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് വന്നിട്ട് ഫീഡിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, വേണമെന്ന് പോലും ഇല്ല. സോ പക്ഷേ നോർമൽ ഡേ തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞ ഒലിവർ. അപ്പോൾ അവൻ്റെ ഉറക്കത്തിൻ്റെ ആയാലും എനിക്ക് ഡൗട്ട് തോന്നുന്നു വെച്ചാൽ ഇന്നത്തെ ദിവസം രാത്രി എങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്കൊരിത്. അവൻ എങ്ങനെ ആയിരിക്കും ഉറങ്ങുക അത് ഇതാന്ന്. അപ്പോൾ സാധാരണ ആട്ടി ഉറക്കുന്നതാണ് ഉച്ചയ്ക്കത്തെ പതിവ്, അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവൻ്റെ ടിടിയും കൊണ്ട് അപ്പച്ചനെയും അമ്മച്ചനെയും കാണിക്കാനായിട്ട് പോയതാണ്. അഴിച്ച് തോന്നിയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് രാവിലെ കണ്ടതിനെക്കാട്ടി കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്കത്തെ ലഞ്ച് ടൈമാണ്. സമയം പെട്ടെന്നാട്ടോ പോയത്. ഒലിവറിനുള്ള ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ വന്ന ശേഷം പ്ലേറ്റിലാണ് കേട്ടോ ഒലിവറിന് ആദ്യമായിട്ട് ഫുഡ് എടുക്കാനായിട്ട് തുടങ്ങുന്നത്. അതിന് മുമ്പ് വരെ അവൻ്റെ ബൗളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതാകുമ്പം കറക്റ്റായിട്ട് ഇളക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അങ്ങനെ പ്ലേറ്റ് യൂസ് ചെയ്തു ഒലിവർ. അപ്പോൾ ഇന്നത്തെ കറിയിൽ ഇതാണ് കേട്ടോ. മറ്റേത് കപ്പയാണ്. കപ്പ കുറച്ച് കട്ടിയാണ്. ഞാനത് വന്നിട്ട് കൈ വെച്ച് കുഴച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ചോറ് വെച്ചാ? ചോറ് വെച്ചാ? അവർ ഇത്രമാത്രം കഴിക്കുന്നില്ല. നമ്മുടെ സാറ്റിസ്ഫാക്ഷനത്തെ എടുക്കുക, കഴിക്കുന്നത് കഴിക്കട്ടെ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും അവനും കൊടുക്കുക. എരിയാണ് അങ്ങനെയുള്ള രീതിയൊന്നും വെക്കില്ല, ഞാൻ ഫുള്ള് കൊടുക്കും. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഉറക്കമെന്ന് പറഞ്ഞ പോലെ ഞാനാണ് കേട്ടോ ഉച്ചയ്ക്ക് ആട്ടി ഉറക്കുന്നത്. വൈകിട്ടത്തെ എനിക്ക് അത്ര പ്രാക്ടീസ് ആയിട്ടില്ല അവൻ എൻ്റെ കൂടെ സെറ്റ് ആവാൻ. നേരെ നിറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് തന്നെ ഉറക്കമായിട്ടും പെട്ടെന്ന് തന്നെ വരും. ഫീഡിങ് ഉള്ള സമയത്തായിരുന്നാലും ഉച്ചയ്ക്ക് ഫീഡ് ഇല്ലാണ്ട് തന്നെ അവ ഉറങ്ങുമായിരുന്നു. നല്ല ഇരുട്ട് വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഉറങ്ങാൻ. അങ്ങനെ രസം, മീൻകറി, കപ്പ, തോരൻ. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കട്ടെ. ബേബിക്ക് ഫുഡും കൊടുത്ത് ഉറക്കിയിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഡെയിൻമ ലൈഫ് എടുക്കുന്നുണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അവൻ്റെ കൂടെ കൂടുതലായിട്ട് അങ്ങ് നിന്നത്. അല്ലെങ്കിൽ ഫുഡ് കൊടുപ്പ് ഞാനാണ്, അല്ലെങ്കിൽ പിന്നെ ഉറക്കുന്ന കാര്യമൊക്കെ അമ്മയൊക്കെ തന്നെ നോക്കിക്കോളും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് കഴിക്കും, പിന്നെ ഒലിവറിന് കൊടുക്കും. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ പല ഡേയ്സിലാണ്. സോ ഇന്നത്തെ ഡേ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പച്ചൻ വരട്ടെ, അപ്പച്ചൻ വരട്ടെ. ഇങ്ങോട്ട് വയ്ക്കേ. ഇതിൻ്റെ ഇത് അപ്പോൾ ഒലിവർ എണീറ്റിട്ടുള്ള ആഫ്റ്ററാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈലൻ്റായിട്ട് കിടന്നപ്പോൾ ആളേ അല്ല ഇപ്പോഴത്തെ ആളും. ഒലിവർ ഈ ഒരു ടൈമിൽ അട്ടയെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഓടി വന്നേ. ഒന്ന് പഞ്ഞു നോക്കട്ടെ അട്ടേ. ഉച്ചക്കത്തെ ഉറക്കം എല്ലാം കഴിഞ്ഞു. ഇനി ഒലിവറിനെ കുളിക്കണം, എനിക്ക് കുളിക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത്. മഴയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കേട്ടോ. അപ്പോൾ ഉറക്കം എണീറ്റിട്ട് നിൽക്കുന്നതാണ്. ഒരു ഹായ് പറ, ഹായ് പറ. അങ്ങനെ ഞങ്ങൾ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കുളിക്കുമ്പോഴാട്ടോ ചിലപ്പോൾ പല്ലൊക്കെ തേക്കുന്നത്. രാവിലെ തേച്ചില്ലെങ്കിൽ ഞങ്ങൾ കുളിക്കുന്ന സമയത്താണ് തേക്കുന്നത്. ബ്രഷ് കാണിച്ചു കൊടുത്താട്ടെ. ബ്രഷ് എങ്ങനെ നമ്മൾ പല്ല് തേക്കുന്നത്? ബ്രഷ് എടുത്തേ പിന്നെ മമ്മി പിടിക്കാം. എടുത്തോ അങ്ങോട്ട് പെട്ടെന്ന്. എങ്ങനെ നമ്മൾ പല്ല് തേക്കുന്നത്? ഓക്കെ. ഇതെങ്ങനെ ചെയ്യുന്നത്?
ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ? ആ അങ്ങനെ. ഇതെങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ? ഇത് നമ്മളിങ്ങനെ ആയിട്ട് ഇത് മമ്മി ഇങ്ങനെ ആക്കിത്തരാം. അപ്പോൾ രാവിലെ ഭയങ്കര കരച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ പല്ല് തേപ്പൊന്നും മോർണിംഗ് ഒന്നും കറക്റ്റായിട്ട് കിടക്കും. നമ്മൾ എന്തായാലും പല്ല് തേച്ചിരിക്കും. ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പം രാവിലെ തന്നെ തേക്കണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സോ കുളിച്ച് കഴിഞ്ഞു ഇനി കുറുക്കൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അമൃതം പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത്. കുറുക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ മുമ്പത്തെ വീഡിയോസിൻ്റെ ലൈഫിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒലിവറിന് കൊടുക്കുന്ന ഒരു ഈവനിങ് മീലാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിച്ച സെയിം ചോറാണ് കേട്ടോ നൈറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഒലിവറിൻ്റെ ഒരു ഡേ ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. 1 2 3 സ്റ്റാർട്ട്. ഈ കലാപരിപാടികൾ കൂടുതൽ ചെയ്യുന്ന ചേട്ടൻ്റെ അമ്മയാണ്. ചേട്ടൻ നാട്ടിലുണ്ടെങ്കിൽ ചേട്ടനും ചെയ്യും. ഞാൻ അങ്ങനെ കണ്ണെഴുതുന്നതിലൊന്നും വലിയ ഇത് കൊടുക്കാറില്ല. ഉൽവർ നമ്മുടെ വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറുക്ക് കൊടുക്കുന്ന ടൈമിൽ സ്ക്രീനിങ് ടൈം ഉണ്ട്. സോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. അമ്മ കണ്ണെഴുതിയ സമയത്ത് ഞാൻ കുളിക്കാനായിട്ടൊക്കെ പോയതുകൊണ്ട് കേട്ടോ അത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത്. ഞാൻ പറഞ്ഞ പോലെ 10 മണിയായപ്പോൾ ഉൽവറിനുള്ളിൽ കുറച്ച് ചോറ് കൊടുത്തു. കുറുക്ക് ഹെവി ആയതുകൊണ്ട് അവൻ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തില്ല. ഞാൻ ചപ്പാത്തിയാണ്. സോ ചപ്പാത്തി മീൻകറി ഉച്ചയ്ക്കുള്ള കറികൾ മിക്കതും എടുക്കും. പൊന്നുമോങ്ങാൻ പോവാണ്, കരിയൊക്കെ എഴുതി ഒളിപിടങ്ങാൻ പോവാണ്. ചോറൊക്കെ കഴിച്ചു. ഇനി പൊന്നുമോൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ഫുൾ കൈ ഡ്രസ്സും പാൻറ്റും ഒക്കെ ഇടണം. ബിക്കോസ് കുറച്ച് കൊതുകുള്ള സമയമാണ്. അതുകൊണ്ട് ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സേഫായിരിക്കും. ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് കൊതുകൊക്കെ ഉണ്ട്. നമ്മൾ പോലും അറിയാതെ ആയിരിക്കും വന്ന് കയറുന്ന കൊതു. പിന്നെന്താ, ഒലിവർ എൻ്റെ കൂടെയല്ല കിടന്നുറങ്ങുന്നത്, അപ്പച്ചൻ്റെ അമ്മച്ചീരെയും കൂടെയാണ്. അതിനെ റെഡിയാക്കി കൊടുക്കുക എന്നതാണ് ഇനി എൻ്റെ ജോലി. അങ്ങനെ തെറ്റാന്ന് പറ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം അഖിലേഷ് മൈ സ്റ്റോറി.